സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇത് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന വിഷയമാണോ? അതോ ഇത്ര വലിയ കാര്യമൊക്കെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചിന്തയിൽ പല പ്രാർത്ഥനകളും മനസ്സിൽ തന്നെ ഒതുക്കി കളയുന്നവരാണോ നിങ്ങൾ? പലപ്പോഴും നമ്മുടെ പ്രശ്നം ദൈവത്തിന് തരാൻ കഴിയുന്ന അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നമുക്ക് ചോദിക്കാൻ ധൈര്യമില്ലാത്ത വിഷയങ്ങളുണ്ടോ? പക്ഷെ ഇന്ന് നാം വായിച്ച വചനത്തിൽ ദൈവം തന്നെയാണ് ആദ്യം സംസാരിക്കുന്നത്: എന്നോട് ചോദിച്ചു കൊള്ളുക. ഞാൻ വീണ്ടും ആവർത്തിക്കാം: എന്നോട് ചോദിച്ചു കൊള്ളുക. ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് സർവശക്തനായ ദൈവത്തിന്റെ വാക്കാണ്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് പറയുന്നത്: എന്നോട് ചോദിച്ചു കൊള്ളുക. ഇവിടെ ഈ സങ്കീർത്തനം 2 എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു സങ്കീർത്തനമല്ല, ഇതൊരു മിശിഹ സങ്കീർത്തനമാണ്. ലോകരാജ്യങ്ങളും ഭരണാധികാരികളും ഒക്കെ ദൈവത്തെയും അവന്റെ അഭിഷിക്തനെയും എതിർക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ആ കലഹത്തിന്റെയും ആ എതിർപ്പിന്റെയും നടുവിൽ ദൈവം ഒരു അത്ഭുതകരമായ വാഗ്ദത്തം നൽകുന്നുണ്ട്. അതാണ്: എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ദൈവം ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല: ഞാൻ ചെറിയ അനുഗ്രഹം നിങ്ങൾക്ക് തരാം. ദൈവം ഒരിക്കലും പറയുന്നില്ല: ചെറിയ സഹായം ഞാൻ ചെയ്യാം. ദൈവം പറയുന്നത് എന്താണ്? ഞാൻ ജാതികളെ ഞാൻ തരാം, ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ തരാം. അതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ദൈവം ചെറിയ ചിന്തകളുടെ ദൈവമല്ല, ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമല്ല. അവൻ വലിയ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. ഇവിടെയാണ് പല വിശ്വാസികളും പരാജയപ്പെട്ടു പോകുന്ന കാര്യം. ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പലപ്പോഴും വിശ്വസിക്കാറില്ല. പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇത് നടക്കത്തില്ലായിരിക്കും, ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ, ഇതെനിക്ക് ലഭിക്കുമോ എന്നുള്ള സംശയത്തോടെയുള്ള പ്രാർത്ഥനയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് ചോദിച്ചു കൊള്ളുക. എന്തുകൊണ്ടാണ്? കാരണം ചോദിക്കുന്നവൻ തന്റെ ആശ്രയം ദൈവത്തിലാണെന്ന് സമ്മതിക്കണം. ചോദിക്കാത്തവൻ പലപ്പോഴും തന്റെ ശക്തിയെയാണ് ആശ്രയിക്കുന്നത്, ചോദിക്കുന്നവൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ബൈബിൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇത് സങ്കീർത്തനം 2 മാത്രമല്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 പറയുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 പറയുന്നത്: ചോദിപ്പീൻ, യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 16:24 പറയുന്നത്: യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുക, യാചിക്കുക, വിളിച്ചപേക്ഷിക്കുക. ഇതൊക്കെ ഒരേ പദപ്രയോഗങ്ങളാണ് ഇവിടെ പലവട്ടമായിട്ട് ദൈവം ദൈവജനത്തിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ ഹൃദയം ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദൈവത്തെ സമീപിക്കൂ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലൂ, എന്നിട്ട് ദൈവത്തോട് ചോദിക്കൂ. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരുപക്ഷെ ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ രോഗസൗഖ്യമായിരിക്കാം, മക്കളുടെ ഭാവിയായിരിക്കാം, അതിലും അല്ലെങ്കിൽ ശുശ്രൂഷകളായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഉണർവിന് വേണ്ടി ഒക്കെ ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അടഞ്ഞ വാതിലുകളൊന്ന് തുറന്നു തരണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഓർക്കുക, പ്രശ്നത്തിന്റെ വലിപ്പമല്ല ദൈവത്തെ തീരുമാനിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വമാണ് ആ ഉത്തരം തീരുമാനിക്കുന്നത്. മനുഷ്യർ കഴിയത്തില്ല, പറ്റത്തില്ല, നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് ദൈവം പറയുന്നു: ചോദിച്ചു കൊള്ളുക. ഒരു ചെറിയ കുട്ടി തന്റെ അപ്പനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവന് ബാങ്ക് ബാലൻസ് നോക്കാറില്ല. കാരണം അവനറിയാം ഇതെന്റെ അപ്പനാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഭയത്തോടെയല്ല, ഒരു മകന്റെ അവകാശത്തോടെ വേണം അപ്പനോട് കാര്യങ്ങൾ ചോദിക്കാൻ. നിങ്ങളൊരു അന്യനോട് ചോദിക്കുന്ന പോലെയല്ല, എന്റെ സ്വന്തം അപ്പനാണ് എന്റെ ദൈവം എന്ന് മനസ്സിലാക്കി ആ ഒരു നല്ല ബോധ്യത്തിൽ, ആ നല്ലൊരു വിശ്വാസത്തിൽ, എന്റെ അപ്പന്റെ കലവറയിൽ ഒരുപാട് നിക്ഷേപങ്ങളുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണം നിങ്ങൾ ആ സ്വർഗീയ ദൈവത്തോട് ചോദിക്കാം. നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് ചോദിക്കുന്നത് ഇപ്രകാരമായിരിക്കും: കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മൗനമായി കരഞ്ഞ രാത്രികൾ ദൈവം കണ്ടിട്ടുണ്ട്. മനുഷ്യരോട് പറയാൻ കഴിയാത്ത ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, അത് ദൈവം അറിയുന്നു. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട, വിശ്വാസത്തോടെ ചോദിക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്, വഴിയില്ലാത്തടത്ത് പുതു വഴി തുറക്കുന്ന ദൈവമാണ്, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ സ്വന്തം അപ്പനോട് ചോദിക്കുന്നത് പോലെ തന്നെ പിതാവായ ദൈവത്തോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക. അവൻ നിങ്ങൾക്ക് സകലതും ദാനമായി നൽകുവാൻ ഇന്നും ശക്തനാണ്. ആയതിനാൽ ഈ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്തണമേ. ചെറിയ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ. വലിയ ദൈവമായ അങ്ങയെ വലിയ വിശ്വാസത്തോടെ സമീപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ചോദിക്കാൻ ധൈര്യവും കാത്തിരിക്കാൻ ക്ഷമയും അങ്ങയുടെ സമയത്ത് അത്ഭുതം സംഭവിക്കുമെന്ന ഉറച്ച വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ശുശ്രൂഷകൾക്ക് വേണ്ടിയും ആത്മീയ ഉണർവിന് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.